മെയിൽ ഡിപ്രഷനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തത് പല റിലേഷൻഷിപ്പുകളും ഫെയിൽ ആകാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഹോസ്പിറ്റലുകളിൽ എത്തുന്ന പ്രീ ഡിവോഴ്സ് കൗൺസിലിങ്ങുകളിലും മാരിയേജ് ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങുകളും മെയിൽ ഡിപ്രഷൻ മൂലമുണ്ടാകുന്ന ഇഷ്യൂസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പലപ്പോഴും ഒരു ഇഷ്യൂവോ അല്ലെങ്കിൽ ഡിവോഴ്സോ ഒക്കെ ആയി തീരുന്നത് നമ്മൾ മെയിൽ ഡിപ്രഷനെ ഒരു ബാഡ് ബിഹേവിയർ ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത് മൂലമാണ്. പലപ്പോഴും നമ്മൾ ഡിപ്രഷനെ കാണുന്നത് സാഡ്നെസ്സും ഐസൊലേഷനും ക്രൈയിങ്ങും ഒക്കെ ആയിട്ടാണ്. ഇത് തന്നെയാണ് ഡിപ്രഷന്റെ ക്ലാസിക്കൽ സയൻസ്. ബട്ട് ഇത് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നത് ഫീമെയിൽ ജെൻഡറിനോടാണ്. പക്ഷെങ്കിൽ ഡിപ്രഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന ആണുങ്ങളിൽ കാണുന്ന സയൻസ് എന്ന് പറയുന്നത് ആങ്കർ അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, സാധനങ്ങൾ വലിച്ചെറിയുക, റെക്ലെസ് ഡ്രൈവിംഗ്, ഫാസ്റ്റും അതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നത്, വർക്കഹോളിസം, ഇമോഷൻസിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്, ഇമോഷണൽ വിഡ്രോവൽ, ഫാമിലിയുമായിട്ട് ഒക്കെയും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കോൺവെർസേഷൻസിനെ അവോയ്ഡ് ചെയ്യുക, ഇങ്ങനെ പല തരത്തിലുള്ള സൈൻസ് ആണ് മെയിൽ ഡിപ്രഷൻ മൂലം ഉണ്ടാകുന്നത്. ഇനി ഇതിനും ഈക്വാലിറ്റി വേണം, രണ്ട് ജെൻഡറിനും ഒരേ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ മേളിലിരിക്കുന്ന ഒടേ തമ്പുരാൻ ഒരു മെയിൽ അയക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴി നമുക്കില്ല. ബിക്കോസ് ഇങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ്റെ വയറിങ് തന്നെ. ഇതിന് പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെ ആകാനുള്ള റീസൺസ് ഒത്തിരി അധികം ഉണ്ടെങ്കിലും ഈ ടോപ്പിക്സിന്റെ ഒക്കെ കോംപ്ലക്സിറ്റി കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സിമ്പിൾ റീസൺ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രെയിനിന് രണ്ട് ഹെമിസ്ഫിയർ ആണുള്ളത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇതിലെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ മോർ എക്സ്പ്രസിവിറ്റി, വെർബലൈസേഷൻ ഒക്കെ കൈകാര്യം ചെയ്യുന്ന റീജിയൻ ആണ്. അതേസമയം റൈറ്റ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയന്റഡ് ഹെമിസ്ഫിയർ ആണ്. ഈ ഡിപ്രഷൻ ഫേസിലൂടെ നമ്മുടെ രണ്ട് ജെൻഡറും പോകുമ്പോൾ അവിടെ ഒരു ഡിഫറൻസ് സയൻസിൽ വരുന്നത് ഫീമെയിൽസും മെയിൽസും അവരുടെ ഇമോഷനെ പ്രോസസ്സ് ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് ബ്രെയിൻ സെന്റേഴ്സിലായതുകൊണ്ടാണ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസ് നമ്മൾ വെളിയിൽ എക്സ്പ്രസ് ചെയ്യും. നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ബ്രെയിൻ സെന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതാണ്. ഫീമെയിൽസിനെ സംബന്ധിച്ച് അത് അവരുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും വെർബലി, അതുപോലെ തന്നെ എക്സ്പ്രഷൻ, അങ്ങനെയുള്ള രീതികളിലൂടെ ആയിരിക്കും. മെയിൽസിനെ സംബന്ധിച്ച് റൈറ്റ് ഹെമിസ്ഫിയർ കൂടുതലായിട്ട് ആക്ഷൻ ഓറിയന്റഡ് രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മെയിൽസ് ഹൈലി ഇറിറ്റേറ്റഡ് ആകുമ്പോൾ സാധനങ്ങൾ വലിച്ചെറിയുകയും അല്ലെങ്കിൽ റെക്ലെസ് ഡ്രൈവിംഗ്, ഡോറൊക്കെ ശക്തി കടക്കുക, ഇതൊക്കെ കൗൺസിലിംഗ് സമയത്ത് ഉയർന്നു വരുന്ന പ്രധാന പരാതികളിലൊന്നാണ്. ഇതൊരു ഡിപ്രഷൻ സൈൻ ആണെങ്കിൽ തന്നെയും ഇത് അവർക്കെന്ന് മാത്രമല്ല ചുറ്റുപാട് ഉള്ളവർക്കും ഒരു ഭീഷണി തന്നെയാണ്. സോ വാട്ട് വി ക്യാൻ ഡു അബൌട്ട് ദിസ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആങ്കർ, എക്സോഷൻ, ഡിസ്റ്റൻസിങ്, ഇറിറ്റബിലിറ്റി ഇങ്ങനെയുള്ള സൈൻസ് കാണിക്കുമ്പോൾ തന്നെ അതിനെ ഒരു ബാഡ് ബിഹേവിയർ എന്ന് മുദ്ര കുത്താതെ അതിനെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഫീമെയിൽസിന് ഒബ്സർവേഷൻ സ്കിൽസ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ഹൈലി ട്രിഗേർഡ് അല്ലാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഓപ്പൺ കോൺവെർസേഷൻസ് നടത്തുക. സോ ഇതുപോലെയുള്ള ഓപ്പൺ കോൺവെർസേഷൻസിനോ അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയേഴ്സിനോ അവരിലൊരു മാറ്റത്തിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് കേട്ട് നമ്മൾ വളരെയധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓർക്കും നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് നമുക്ക് എന്തോ വലിയ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ക്യാൻസർ, ട്യൂബർക്ലോസിസ് ഇങ്ങനെയൊക്കെയുള്ള വലിയ അസുഖങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മളൊരു ഡോക്ടറിനെ പോയി കാണുന്നത്? ഇല്ല, നമുക്കൊരു ചെറിയ ഫ്ലൂ വരുമ്പോഴും നമ്മൾ പോയി കാണും, ഇല്ലേ? ചെറിയൊരു പനിയാണ്, അതിന് നമ്മൾ പോയി കാണും. അതുപോലെ തന്നെ വലിയ സീരിയസ് മെന്റൽ ഹെൽത്ത് ഡിസോർഡർ വരുമ്പോൾ മാത്രമല്ല നമ്മൾ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് പോലെയുള്ളവരെ പോയി കാണുന്നത്. നമുക്ക് സ്വയം മാറ്റാൻ കഴിയാത്ത ഒരു ഇമോഷണൽ ഡിസ്റെഗുലേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പനി വരുമ്പോൾ നമ്മളൊരു ഡോക്ടറിനെ പോയി കാണുന്നത് പോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ടാണ് മെയിൽ ഡിപ്രഷനെ ആരും തന്നെ അഡ്രസ് ചെയ്യാതിരുന്നതും അതുപോലെ തന്നെ അതിനെതിരെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റാതിരുന്നതും അങ്ങനെ പതുക്കെ അതൊരു ജെൻഡർ ഐഡന്റിറ്റി ആയി തന്നെ മാറിക്കഴിഞ്ഞു. സോ ഷെയർ ദിസ് ആൻഡ് ഹെൽപ്പ് മോർ പീപ്പിൾ റെക്കഗ്നൈസ് മെയിൽ ഡിപ്രഷൻ.